വള്ളംകുളം നാരായണൻകുട്ടിയുടെ മസ്തകത്തിനും നടക്കും പരിക്കേറ്റ രീതിയിലുള്ള ഫോട്ടോകൾ 2 ദിവസമായി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? ആനയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിട്ടാണ് ചിത്രത്തിൽ നിന്നും വ്യക്തമാകുന്നത്. മസ്തകത്തിന് മുറിവേറ്റ നിലയിലും നടക്കി നീര് വന്ന് വീർത്ത നിലയിലുമാണ് നാരായണൻകുട്ടിയുടെ ചിത്രം 2 ദിവസമായി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത്. 2 മാസങ്ങൾക്ക് മുൻപ് കൂറ്റനാട് നേർച്ചയ്ക്കിടയിൽ തന്റെ പാപ്പാനായിരുന്ന 4 കോടി കുഞ്ഞുമോനെ നാരായണൻകുട്ടി ആക്രമിച്ചു കൊലപ്പെടുത്തിയിരുന്നു. അതിനുശേഷം കേരളത്തിൽ കോമാക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീലാലാണ് നാരായണൻകുട്ടിക്ക് പാപ്പാനായി വന്നത്. പിന്നീട് ആനയെക്കുറിച്ച് വലിയ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല. ഇപ്പോൾ 2 മാസങ്ങൾക്ക് ശേഷമാണ് നാരായണൻകുട്ടിയുടെ ഇത്തരത്തിലുള്ള ഒരു ചിത്രം പ്രചരിക്കുന്നത്. ആന വളരെ ഗുരുതരമായൊരു അവസ്ഥയിലാണെന്നാണ് ഈ ചിത്രത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ഇതിനുത്തരവാദി ആര് തന്നെയായാലും അതിനെതിരെ നടപടി എടുക്കുക തന്നെ വേണം. സോഷ്യൽ മീഡിയയിൽ ആനയുടെ ചിത്രം പ്രചരിച്ചതോടെ ന്യായീകരണ കമ്മിറ്റിക്കാർ പലരും രംഗത്തിറങ്ങിയിട്ടുണ്ട്. ആനയുടെ മസ്തകത്തിൽ കുമിള വന്ന് പൊട്ടിയതിൻ്റെ പാടാണെന്നും പല ആംഗിളുകളിൽ ആനയുടെ ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്തതാണെന്നും ലോറിയിൽ കൊണ്ടുപോയപ്പോൾ പരിക്ക് പറ്റിയതാണെന്നും ആന പട്ടയോ മടലോ എടുത്ത് ചൊറിഞ്ഞപ്പോൾ വന്ന പാടാണെന്നും വരെ ഈ ന്യായീകരണ കമ്മിറ്റിക്കാർ പറയുന്നുണ്ട്. സത്യം എന്തുതന്നെയായാലും ആനയുടെ സ്ഥിതി വളരെ ദയനീയമാണെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ചിത്രത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ ചിത്രം കാണുന്ന ആനപ്രേമികളോ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോ അധികാരപ്പെട്ടവർ ആരു തന്നെയായാലും സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിച്ചറിയുകയും അതിനെതിരെ ശക്തമായ നടപടി എടുക്കുകയും വേണം.